ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ. എല്ലാവർക്കും ബുക്ക് ടോക്ക് വീക്കിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. 3 ദിവസമായിട്ട് നമ്മൾ 3 പുസ്തകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഫീഡ്ബാക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദിവസവും മോർണിംഗ് സർക്കിളിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂസൻ മാം ആണ്. പലപ്പോഴും പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ, എന്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ ബഹളം ഉണ്ടാകുന്നത്, അടി ഉണ്ടാകുന്നത്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതിനുള്ള ഉത്തരവായിട്ടാണ് മാം എന്ന് വന്നിരിക്കുന്നത്. മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് മാം എന്ന് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം സൂസൻ മാമിനെ ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes. Okay. Thank you very much. Good morning, everyone. ഗുഡ് മോർണിംഗ്. Yes. എല്ലാവർക്കും ഒരു മനോഹരമായ മോർണിംഗ് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. ബുക്ക് ടോക്ക് വീക്കിന്റെ ഇന്നത്തെ ദിവസം, ഈ ചൊവ്വാഴ്ച, നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടൊന്ന് ഒരു ബുക്ക് പരിചയപ്പെടുത്തുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് അതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന നമ്മുടെ വിംബിളിനോടും, അതുകൂടാതെ ഈ മോർണിംഗ് സർക്കിൾ എന്നുള്ള ഈ പ്ലാറ്റ്ഫോം ഇത് വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സജ്ന മുസ്തഫയോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 3-4 ബുക്ക് നമ്മൾ പരിചയപ്പെട്ടു. അത് ഇൻസ്പിറേഷനലായിട്ടും പേഴ്സണൽ ലൈഫ് സ്റ്റോറീസ് ഷെയർ ചെയ്യുകയും പിന്നെ അത് കൂടാതെ നോവലും ഉണ്ടായിരുന്നു. അപ്പം ഈ ബുക്കുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊരു തരം ബുക്കാണ്. So we can't compare it to those books and we can't expect it to be like a novel either. So it's a different experience. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എനിവേ, വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫെമിലിയർ ആയിരിക്കും. അല്ലെങ്കിൽ എനിവേ, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ദിസ് ബുക്ക് ആൻഡ് ആഫ്റ്റർവേർഡ്സ് I'm sure you'll be interested in getting the book. ഒന്ന് വായിച്ചു നോക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ ബുക്ക് ഇതിനെ പറ്റി പറഞ്ഞാൽ, ഈ ബുക്കിന്റെ പേര് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു, നിങ്ങൾ കണ്ടു. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്നുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇതിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സോ പ്ലീസ് ബെയർ വിത്ത് മീ. ഷെയറിംഗ് ഈസ് നോട്ട് ടേൺഡ് ഓൺ ആ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. വന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫുൾ സ്ക്രീൻ ആണോ? ഫുൾ സ്ക്രീൻ ഇപ്പോ ആയി, റൈറ്റ്? ഫുൾ സ്ക്രീൻ. ഓ, വെരി ഗുഡ്. ഓക്കെ, സോ ജോൺ ഗ്രേ എന്ന ആളാണ് ഈ ബുക്ക് എഴുതിയത്. അദ്ദേഹം 1992 ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. ഇത് ലോകമെമ്പാടും ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയ ഒരു ബുക്കാണ്. മില്യൺസ് ഓഫ് കോപ്പീസ് ആണ് ഇത് വിറ്റുപോയത്.
മനുഷ്യബന്ധങ്ങളിലെ ആശയവിനിമയവും പരസ്പര ധാരണയും സംബന്ധിച്ച് ലളിതവും വളരെ ചിന്തിപ്പിക്കുന്നതുമായ രീതിയിലാണ് ഈ പുസ്തകം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തതിന്റെ കാരണം ഒരു കാരണമാണ് അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിശ്ചയിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരമാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ബുക്ക് നമ്മൾക്ക് എടുത്താൽ ഒന്ന് പരിചയപ്പെട്ടാൽ നല്ലതായിരിക്കും എല്ലാവർക്കും എന്നുള്ളൊരു ബോധ്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. ഇനി എഴുത്തുകാരനെ പറ്റി പറയുവാണെങ്കിൽ ജോൺ ഗ്രേ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലറാണ്. അദ്ദേഹം കൗൺസിലിംഗ്, അദ്ദേഹത്തിന്റെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ്, അതുപോലെ അനേകം വളരെയധികം സെമിനാറുകൾ നടത്തുകയും റിസർച്ച് നടത്തുകയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നേടിയ അറിവും അതുകൂടാതെ ഈ ക്ലയൻസിന്റെ അടുത്തുനിന്നും എല്ലാം സെമിനാറുകളുടെ സമയത്തും ഒക്കെ കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ അനുസരിച്ച് അതിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിൽ നിന്ന് കിട്ടിയ അറിവൊക്കെ വെച്ചിട്ടാണ് ഈ ബുക്ക് അദ്ദേഹം എഴുതിയത്. അതായത് ദമ്പതികൾ തമ്മിൽ വർഷങ്ങളായിട്ട് അവർക്ക് പല പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുന്നതായിട്ട് പുള്ളി മനസ്സിലാക്കിയപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ബുക്കിലേക്ക് ചിന്തയിലേക്ക് പുള്ളി വന്നത്. ഇതൊരു സയന്റിഫിക് ടെക്സ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതിന്റെ പ്രാക്ടിക്കാലിറ്റി കൊണ്ടും അതിന്റെ പ്രായോഗികത കൊണ്ടും അതിന്റെ ലളിതമായ അവതരണം കൊണ്ടും വളരെയധികം ജനപ്രീതി നേടിയ ഒരു ബുക്ക് തന്നെ ആണ്. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഇച്ചിരി വലിയൊരു ബുക്കാണ്. ആസ് യു കെൻ സീ ദിസ് ബുക്ക് ഒരു 286 പേജുള്ള ഒരു ബുക്കാണ്. ഇതിനകത്ത് കുറേയേറെ പുള്ളി അതിന്റെ എക്സ്പീരിയൻസും പല കേസ് ഷെയറിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ ഏറെ ഇച്ചിരി വലിപ്പമുള്ളൊരു ബുക്കാണെങ്കിൽ പോലും ഇതിന്റെ ജിസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, സോ ദാറ്റ് യു ഗെറ്റ് എ പ്രിറ്റി ഗുഡ് ഐഡിയ വാട്ട് ദിസ് ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തിലും അതായത് അവരുടെ കമ്മ്യൂണിക്കേഷനിലും അവരുടെ ഇമോഷണൽ നീഡ്സിലും ഭയങ്കര വ്യത്യാസമാണ്. അവര് സമ്മർദ്ദങ്ങളെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. അതായത് ഈ കഥയിലൂടെയാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അദ്ദേഹം എന്താണ് ഈ മാഴ്സ് ആൻഡ് വീനസ് എന്നുള്ളത് പുള്ളി കൊണ്ടുവന്നതെന്നുള്ളതിന്റെ ഒരു കഥയാണ്. അതായത് സ്ത്രീ പുരുഷന്മാരുടെ പണ്ട് അവര് 2 ഗ്രഹങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. പുരുഷന്മാർ മാഴ്സിൽ ജീവിച്ചിരുന്നു, സ്ത്രീകള് അവര് വീനസിൽ ജീവിച്ചിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ പുരുഷന്മാർ അവരുടെ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ കറക്കി നോക്കിയപ്പോൾ അങ്ങ് ദൂരെ അവർക്ക് കാണാം സ്ത്രീകള് അവിടെയുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു മിസ്സിംഗ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോൾ അവർ വളരെ അട്രാക്റ്റഡ് ആയി. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള വഴിയൊക്കെ ഒരുക്കി, സ്പേസ് ട്രാവലൊക്കെ ഒരുക്കി പെട്ടെന്ന് തന്നെ വീനസിലോട്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ സ്ത്രീകൾക്ക് അവർ കൈനീട്ടി സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അവർക്കും എന്തോ ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുരുഷന്മാരെ കണ്ടപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ അവര് 2 ഗ്രഹത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ സ്നേഹമായിട്ട് അവിടെ താമസിച്ചു, സന്തോഷത്തോടെ താമസിച്ചു. കുറെ വർഷങ്ങൾ അവിടെ താമസിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്, ആ ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ട് അവർക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു. അവരുടെ ബ്രെയിനിൽ ചേഞ്ചസ് വന്നു. അവരുടെ മെമ്മറിയിലൊക്കെ കുറച്ച് മറവി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ സ്ത്രീകൾ വിചാരിച്ചു പുരുഷന്മാരും സ്ത്രീകളെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന്. പുരുഷന്മാർ ചിന്തിക്കാൻ തുടങ്ങി, സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെയാണ് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റിന്റെ തുടക്കം. അങ്ങനെയാണ് അദ്ദേഹം ഈ മെൻ ആർ ഫ്രം മാർസ് എന്നുള്ള ഇതിലേക്ക്, അപ്പം മാർഷ്യൻസ് ആയിട്ട് അവർ ജീവിച്ചവരായിരുന്നു, വെനൂഷ്യൻസ് ആയിട്ട് സ്ത്രീകളും ജീവിച്ചവരായിരുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതില് പല ആശയങ്ങളും ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു 6 ആശയമാണ്. അതിലേറ്റവും ആദ്യത്തെ ആശയമാണ് men often want solutions, women often want understanding. അവർക്ക് എപ്പോഴും സൊല്യൂഷൻസ്, മിസ്റ്റർ ഫിക്സ് ഇറ്റ് ആൻഡ് ദ ഹോം ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി, അങ്ങനെയാണ് പുള്ളി ആ ചാപ്റ്ററിന് തന്നെ പേരിട്ടിരിക്കുന്നത്. എപ്പോഴും എന്ത് ഫിക്സ് ചെയ്യാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് എങ്ങനെയും പെട്ടെന്ന് ഫിക്സ് ചെയ്യാനെന്നുള്ള ഒരു ചിന്താഗതിയാണ്. റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്, ആസ് യു കെൻ സീ ഇൻ ദ പിക്ചർ.
അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ വന്ന് ജോലിയിൽ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, വന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് ജോലിയിൽ വലിയ പ്രശ്നമായിരുന്നു, ആകെ പ്രശ്നമായിരുന്നുള്ള ഷെയർ ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇപ്പം വന്ന് പറയുകയാണോ എനിക്കിന്ന് വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ തന്നെ പുരുഷൻ പറയും, ഓ അതിനെന്താ, അത് മാനേജറോട് അങ്ങ് പറഞ്ഞാൽ പോരെ, അത് അങ്ങനെ ചെയ്താൽ പോരെ, ഇതിങ്ങനെ ചെയ്താൽ പോരെ എന്നും പറഞ്ഞ് അങ്ങ് സൊല്യൂഷൻസ് ആണ് പറയുന്നത്. എന്നാൽ ആ സ്ത്രീക്ക് അതല്ലായിരുന്നു ആവശ്യം. അവരെ ഒന്ന് കേട്ടാൽ മാത്രം മതി, കേൾക്കാൻ ഒരാൾ വേണം, ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം, അത് മാത്രമായിരുന്നു സ്ത്രീയുടെ ആവശ്യം. പക്ഷെ പുരുഷനെ കൊണ്ട് അത് പറ്റുന്നില്ല, അവനത് ഫിക്സ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം പുരുഷൻ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ഇമോഷൻസും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം പുരുഷന്മാർക്ക് പൊതുവെ എന്താണ് ആവശ്യം, അവരെന്താണ് വാല്യൂ ചെയ്യുന്നത്. മെൻ യൂഷ്വലി വാല്യൂ, അവർക്ക് പവർ വേണം, പിന്നെ കോമ്പിറ്റൻസി, എല്ലാത്തിനും മുന്നിട്ട് കോമ്പിറ്റൻ്റ് ആയിട്ട് നിൽക്കണം. കോമ്പിറ്റൻസി അവർക്ക് വലിയ ഇഷ്ടമാണ്, ആവശ്യമാണ് അവർക്ക്. പിന്നെ അതുപോലെ എഫിഷ്യൻസി, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അച്ചീവ്മെന്റും അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവര് വളരെ സന്തോഷത്തോടെയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയത്. അപ്പൊ ആ കാര്യങ്ങൾ അവർക്കുള്ളപ്പം അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അതില്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ, അത് താഴോട്ട് പോകുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതേസമയത്ത് സ്ത്രീകൾക്കോ ദേ വാല്യൂ ലവ്, അവർക്ക് സ്നേഹം, കമ്മ്യൂണിക്കേഷൻ, ബ്യൂട്ടി, റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ എന്തായിരിക്കും കൂടുന്നത്, അവരുടെ ഒരു ഹോർമോൺ കൂടുമല്ലോ. ആർക്കെങ്കിലും പറയാവോ എന്ത് ഹോർമോൺ ആയിരിക്കും കൂടുന്നേ? എസ്ട്രജൻ, റൈറ്റ്. ഓക്കെ, എസ്ട്രജൻ കൂടും. അപ്പോൾ ആ എസ്ട്രജൻ ലെവൽ കൂടുമ്പോഴത്തേന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അത് കുറഞ്ഞു പോകുമ്പോഴാണ് അവർക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പം നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാകാം, നമുക്ക് ഈ വ്യത്യസ്തതകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ള നമുക്ക് ഇവിടെ ഒരു നല്ല ഒരു ചിന്ത കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആശയം, ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളെ കേൾക്കാനായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെ കെയർ ചെയ്യുക, അവരുടെ റിലേഷൻഷിപ്പിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അവരെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അവരുടെ എസ്ട്രജൻ ലെവൽ നന്നായിട്ട് കൂടും, അവർ സന്തോഷമുള്ളവരാകും. അതുപോലെ പുരുഷന്മാർക്കും അവര് ഒക്കെ ഉള്ള ആ കോമ്പിറ്റൻസിയും എഫിഷ്യൻസിയും അച്ചീവ്മെന്റും ഒക്കെ അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ആശയമാണ് മെൻ ഗോ ടു ദെയർ കേവ്സ് ആൻഡ് വിമൻ ടോക്ക്. അതായത് എങ്ങനെയാണ് സ്ട്രെസ് വരുമ്പോൾ അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. പൊതുവേ പുരുഷന്മാർ അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേന് ദേ ടെൻഡ് ടു വിത്ഡ്രോ. അവർ അവരുടേതായ ഒരു ലോകത്തേക്ക് കുറച്ചു നേരം ഒന്ന് മാറിയിരുന്ന് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാനൊക്കെയാണ് ശ്രമിക്കുക. അതേസമയത്ത് സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ആരോടെങ്കിലും ഇപ്പം വീനസിലായിരുന്നപ്പോൾ അവർ വെനൂഷ്യൻസ് അവരെന്ത് ചെയ്യുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ച് ഷെയർ ചെയ്ത് അങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി പൊക്കോണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾ അങ്ങനെയാണ്, അവർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും അതൊക്കെയാണ് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കുന്നത്. പക്ഷെ ഇത് രണ്ടും രണ്ട് രീതിയിലാകുമ്പോഴത്തേനും ഇപ്പം പുരുഷന്മാര് സ്ട്രെസ് ഉള്ളപ്പോൾ അവരുടെ കേവിലേക്ക് പോകുന്ന സമയത്ത് സ്ത്രീകൾ പുറകെ നടന്ന് അവരുടെ എന്താണ് എന്നോടൊന്നും പറയാത്ത, എന്നോട് മാത്രം നിങ്ങളൊന്നും പറയില്ല, എന്താണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്ന ആ ഒരു വഴക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവരുടെ പുറകെ നടക്കുന്ന ആ സമയത്ത്. അതിന് പകരം അവരെ വിട്ടേക്കുക, കുറച്ച് സമയത്തേക്ക് അവരെ വിട്ടേക്കുക, അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ സ്ത്രീകളെ പുരുഷന്മാര് അവർക്ക് സംസാരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവര് സ്ട്രെസ് വരുന്ന സമയത്ത് ദേ നീഡ് ടു ടോക്ക്, ദേ നീഡ് ടു ഷെയർ, സോ ലെറ്റ് ദം ടോക്ക്. അതിന് അവരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മനസ്സിലാക്കുക. വെൻ വി നോ ദാറ്റ് ദിസ് ഈസ് ഹൗ ദേ വർക്ക്, ദെൻ you understand that and then you deal with it accordingly. അപ്പോൾ അവർക്ക് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. ഇനി അടുത്തത്, ഇത് ഞാൻ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, അവര് ആ ഒരു കേവിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ റബ്ബർ ബാൻഡ് തിയറി പറയുന്നത്. അതായത് റബ്ബർ ബാൻഡിനെ നമ്മൾ വലിച്ചാൽ എന്ത് പറ്റും, കുറച്ചു നേരം വലിച്ച് ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് അത് വലിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ച് വീണ്ടും വരുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. അവരൊരു കേവിലേക്ക് പോയാൽ, അത് പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്കും ചില സമയത്ത് അവർക്ക് മാറിയിരിക്കുന്ന ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒന്നും കുറച്ച് സ്പേസ് വേണമെന്ന് തോന്നുന്ന സമയത്ത്, വെൻ യു നീഡ് സ്പേസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ റിലേഷൻഷിപ്പ്, അതിനവരെ വിടുക. കാരണം ഈ റബ്ബർ ബാൻഡ് പോലെ ഇത് തിരിച്ചു വരും.
വി ആർ ലൈക്ക് റബ്ബർ ബാൻഡ്സ് അറ്റ് റെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇലാസ്റ്റിക് ആണ്, അതിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് അത് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന് സ്പേസ് കൊടുക്കാനും ഇൻഡിപെൻഡൻസ് കൊടുക്കാനും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് വി ഹാവ് ഡിഫറെന്റ് ഇമോഷണൽ നീഡ്സ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയല്ല. പുരുഷന്മാർക്ക് വേണ്ടിയത് അവർക്ക് അവരെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകള് ട്രസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഓക്കെ എൻ്റെ ഹസ്ബൻഡിന് എല്ലാം ചെയ്തു തരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, അതുപോലെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സ്ത്രീകൾക്കാണെങ്കിലോ അവർക്ക് കെയറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും റീഅഷുറൻസും ഒക്കെയാണ്. ഓക്കെ, എന്നെ കരുതുന്നുണ്ട്, സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ റീഅഷ്യൂർ ചെയ്യുക. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. സോ വി നീഡ് ടു റിമെമ്പർ ദാറ്റ് നമ്മളെപ്പോലെ പുരുഷന്മാർ ചിന്തിക്കേണ്ട സ്ത്രീകൾ എന്നെ പോലെ അല്ല ചിന്തിക്കുന്നത്. ദേ തിങ്ക് ഡിഫറെന്റ്ലി. സോ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഈ ഹോർമോൺ ലെവൽസ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽസും ഒക്കെ ബാലൻസ്ഡ് ആയി പോകുമ്പോൾ ലൈഫ് വിൽ ബി മച്ച് സ്മൂത്തർ. സോ വി ഹാവ് ടു റിമെമ്പർ ദ ഇമോഷണൽ നീഡ്സ് ആർ ഡിഫറെന്റ് ഫോർ ബോത്ത് ഓഫ് ദം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇത് അതിന്റെ കൂടെ തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. വിമൻ ആർ ലൈക്ക് വേവ്സ് എന്ന് പറയും. അതായത് ഒരു വേവ് എന്താണ്? കയറ്റവും ഇറക്കവുമാണ് അല്ലേ? സോ വിമൻ വെൻ ദേ ഫീൽ ലവ്ഡ്, അവരുടെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് കൂടും. അപ്പോൾ അവർക്ക് വട്ട് ഡു ദേ ഫീൽ? ദേ ഫീൽ വെരി ഗുഡ്, വെരി ഹാപ്പി. അപ്പോൾ അതൊരു പീക്കിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഫോൾ ചെയ്ത് അതങ്ങ് ക്രാഷ് ചെയ്യും. ഒരു വേവ് ക്രാഷ് ചെയ്യുന്ന പോലെ ക്രാഷ് ചെയ്തിട്ട് ഇറ്റ് റീച്ചസ് ദ ബോട്ടം. പിന്നെ മൂഡൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അത് കയറി വരികയും ചെയ്യും. സോ ഇതുപോലെയാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു വേവ്സ് പോലെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയായിട്ടാണ് അവരുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട, പുരുഷന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും റിലേഷൻഷിപ്പിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി അടുത്തതാണ് പവർ ഓഫ് അപ്രീഷിയേഷൻ. ഈ പവർ ഓഫ് അപ്രീഷിയേഷൻ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഭിനന്ദനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാം അറിയാം. നന്ദി പറയുക, ശ്രമങ്ങളെ ഒക്കെ അംഗീകരിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതിനെയൊക്കെ വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. കാരണം അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ ശക്തമാകും. ഇനി ഇത് മക്കളുടെ അടുത്താണെങ്കിൽ പോലും അവരുടെ എഫേർട്ടിനെയൊക്കെ നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യുക. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ദ പേഴ്സൺ ദംസെൽസ് വിൽ ഫ്ലറിഷ് ഹിയറിംഗ് ദാറ്റ്. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ റിസെന്റ്മെന്റ് ഒക്കെ കുറഞ്ഞിരിക്കും, റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യും. അടുത്തതാണ് സ്കോർ കീപ്പിംഗ് ഡാമേജസ് റിലേഷൻഷിപ്പ്. ഞാനാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്, ഞാനാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കൗണ്ടുകൾ വെക്കാതിരിക്കുക, ഒരു സ്കോർ ബോർഡ് കീപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ കീപ്പ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിനെ ഡാമേജ് ചെയ്യും. സോ സ്ട്രോങ് റിലേഷൻഷിപ്പ് കോഓപ്പറേഷനിൽ കൂടിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ കണക്ക് നോക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ബന്ധങ്ങൾ അതില് ഒരു മത്സരമല്ല എന്നുള്ളത് ചിന്തിക്കുക. രണ്ടുപേരും ഒരുപോലെ കോഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഇനി അടുത്ത ആശയമാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ചിന്തിക്കാതിരിക്കുക. ഇറ്റ് റിക്വയർസ് സ്കിൽ. ആ സ്കിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വേണ്ടിയത്? ലിസണിങ് വേണം. അത് ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റീവ് ലിസണിങ്. സ്ത്രീയെ കേൾക്കുന്നുണ്ട്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ ആരോടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക, അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാൻ, വെർബൽ നോൺ വെർബൽ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അവരെ ശ്രദ്ധിച്ച് അവരുടെ ഇമോഷൻസും അവരേത് ഇമോഷനിൽ നിന്നുകൊണ്ടാണെന്ന് സംസാരിക്കുന്നതും അവരുടെ സിറ്റുവേഷനും ഒക്കെ മനസ്സിലാക്കി ക്ഷമയോടുകൂടി കേട്ട്, ഇന്ററപ്റ്റ് ചെയ്യാതെ എംപതിയോടുകൂടി കേട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യണം തീർച്ചയായിട്ടും. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ ഈ സൈക്കോളജിക്കൽ കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്.
ആക്റ്റീവ് ലിസണിങ്ങും എമ്പതിയും ഇമോഷണൽ വാലിഡേഷൻ, ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിഫറെന്റ് കോപ്പിംഗ് സ്റ്റൈൽസ് ഇതെല്ലാം ഉണ്ടെന്ന് സൈക്കോളജിക്കലി ഈ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആക്റ്റീവ് ലിസണിങ് ആൻഡ് എമ്പതിയുടെ കാര്യം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഐ ജസ്റ്റ് ഗോ ഓവർ ഇറ്റ് ക്വിക്ലി. അതായത് അറ്റൻറ്റീവ് പ്രസൻസ്, ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. റിഫ്ലക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. നമ്മൾ അവർ പറയുന്ന കാര്യം നമ്മൾക്ക് മനസ്സിലായി എന്ന് അവരോടൊന്ന് പാരഫ്രൈസ് ചെയ്തുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വാലിഡേഷൻ, അവരുടെ ഇപ്പം സ്ത്രീകൾ വന്ന് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേന് അതൊക്കെ നീ ഓവർ റിയാക്ട് ചെയ്യുന്ന, യു ആർ ഓവർ റിയാക്ടിങ്, അല്ലെങ്കിൽ അതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ ആ പറയുന്ന കാര്യത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അവൾ ഫീൽ ചെയ്യുന്നത് ശരിയായിട്ടൊരു ഫീലിംഗ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ അതൊക്കെ ചുമ്മാ അതൊക്കെ നിനക്ക് തോന്നല അങ്ങനെയൊക്കെ പറയാതെ വാലിഡേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാലിഡേഷൻ ആൻഡ് എംപതറ്റിക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കോൺവെർസേഷൻ നന്നായിട്ട് പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി വളരെ കുറെ ടെക്നീക്സും ടൂൾസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പുള്ളി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതില് ആദ്യത്തേത് ലിസൺ വിത്തൗട്ട് ഇമ്മീഡിയറ്റ്ലി ഓഫറിങ് സൊല്യൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് മോർ. സൊല്യൂഷൻസിന്റെ ആവശ്യമല്ല അവിടെ വേണ്ടിയത്. പിന്നെ പ്രാക്ടീസ് അപ്രീഷിയേഷൻ ഡെയിലി, അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. റെസ്പെക്ട് ഡിഫറെന്റ് സ്ട്രെസ് റെസ്പോൺസസ്, രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആസ്ക് ഫോർ സപ്പോർട്ട് ക്ലിയർലി, അത് നോക്കി കണ്ട് ചെയ്യണം, കണ്ടറിഞ്ഞ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാതെ നമ്മുടെ ആവശ്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുക. പലപ്പോഴും ചിലപ്പോൾ അവർ കണ്ട് മനസ്സിലാക്കിയെന്നിരിക്കത്തില്ല. സോ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കുക, അവർ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ സ്കോർ കീപ്പിംഗ് അവോയ്ഡ് ചെയ്യുന്നത് പറഞ്ഞതാണ്. പിന്നെ സ്മോൾ ജസ്റ്റേഴ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മനസ്സിലാക്കി അത് നോട്ട് ചെയ്തിട്ട് അതിന് കോംപ്ലിമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ഇമോഷണൽ നീഡ്സ്, എന്താണ് അവരുടെ ഇമോഷണൽ നീഡ്സ്. നമ്മൾ ഈ എസ്ട്രജന്റെയും ടെസ്റ്റോസ്റ്ററോണിന്റെയും കാര്യം ഒന്ന് ഓർത്താൽ മതി. എപ്പോഴാണ് അവർക്ക് രണ്ടുപേർക്കും ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഹൈ ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്ത്രീയുടെ എസ്ട്രജൻ കൂട്ടാൻ വേണ്ടി ഒന്ന് കെയർ ചെയ്യുക, കൂടെ ഇരുന്ന് സംസാരിക്കുക, കൈപിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് തുളത്ത് തട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്കറിയാമല്ലോ എങ്ങനെ കെയർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ എസ്ട്രജൻ ലെവലൊക്കെ കൂടും. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് ഫീലിംഗ് ലെറ്റർ ടെക്നിക്ക്. അത് പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതാണിത്, റൈറ്റ് ടു ഹീൽ. അതായത് നമ്മള് ഒരു സിറ്റുവേഷൻ, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി എന്ന് വിചാരിച്ചു. ആ വിഷമം ഉണ്ടാകുന്ന ആ സമയത്ത് നമ്മൾ അത് 5 രീതിയിൽ, സെയിം സിറ്റുവേഷനെ തന്നെ 5 രീതിയിൽ നമ്മൾ എഴുതുക. അത് ഇപ്പൊ ഒരു ആങ്കർ ഉണ്ട്, അതായത് 5 രീതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആങ്കർ, സാഡ്നെസ്, ഫിയർ, റിഗ്രറ്റ് ആൻഡ് ലവ്. എന്തുകൊണ്ടാണ് അതങ്ങനെ എഴുതേണ്ടത്? കാരണം ഈ ആങ്കറിന്റെ പുറകിൽ വേറെ കാര്യങ്ങളുണ്ട്, അത് പുറത്തു വരണം, അത് എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മൾ മറ്റുള്ളവരോട് പറയാം, നമ്മളൊരു പേപ്പറിൽ തന്നെ എഴുതിയാൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനും അത് പുറത്തു വരാനും സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ്? ഹേർട്ട് ഉണ്ടാകാം, ഫിയർ ഉണ്ടാകാം, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകാം, അൺമെറ്റ് നീഡ്സ്, ഇതൊക്കെ അതിന്റെ പുറകിലുണ്ടാകും. അപ്പൊ ഇത് അൺകവർ ചെയ്യാനായിട്ട് ഡീപ്പർ ഇമോഷൻസ് പുറത്തു കൊണ്ടുവരാൻ അത് സഹായിക്കും. ഇറ്റ് ലീഡ്സ് ടു ഹെൽത്തിയർ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹസ്ബൻഡ് ബർത്ത്ഡേ മറന്നുപോയി, ഞാനൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇത് ഏത് റിലേഷൻഷിപ്പിലും ആപ്ലിക്കബിൾ ആണല്ലോ. ഇപ്പൊ ഒരു ഫ്രണ്ട് ബർത്ത്ഡേ മറന്നുപോയി, അപ്പോൾ എന്ത് തോന്നി? ആദ്യമേ തന്നെ യു ഫീൽ ആംഗ്രി, ഐ ഫീൽ അപ്സെറ്റ് ഓർ ആംഗ്രി ദാറ്റ് മൈ ഫ്രണ്ട് ഫോർഗോട്ട് മൈ ബർത്ത്ഡേ, അതാണ് ആങ്കർ. അപ്പൊ അത് നമ്മൾ എഴുതുക. അതിന്റെ പുറകിൽ പിന്നെ സാഡ്, യു ഫീൽ സാഡ്, റൈറ്റ്? അപ്പം ഐ ഫീൽ സാഡ് ബിക്കോസ് ഐ വാല്യൂഡ് അവർ റിലേഷൻഷിപ്പ് വെരി മച്ച്, എന്നിട്ടും അവൾ മറന്നുപോയി എന്നുള്ളതിൽ ആ ഒരു സാഡ്നെസ്. ഇനി ഫിയർ എന്താണ്? ഐ എം വറീഡ് ദാറ്റ് മൈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് മാറ്റർ ടു ദിസ് പേഴ്സൺ എന്നുള്ള ഒരു പേടിയാണ് പെട്ടെന്ന് തോന്നുന്നത്. അതൊരു ഫിയർ അവിടെ ഉണ്ടാകാം. സോ എക്സ്പ്രസ് ദാറ്റ്. ദെൻ റിഗ്രറ്റ് എന്തായിരിക്കാം? ഐ വിഷ് ഐ ഹാഡ് expressed or told her or him or her that I value birthdays very much. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതായിരുന്നു. അതൊരു റിഗ്രറ്റ് ആണ്. ഇനി സ്നേഹം എന്താണ്? അവസാനം വന്നപ്പോഴത്തേന് സ്നേഹം, ഇറ്റ്സ് ഓക്കെ, ഐ സ്റ്റിൽ വാല്യൂ ദ റിലേഷൻഷിപ്പ്.
എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഷീ ഈസ് മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ഹീസ് മൈ ഹസ്ബൻഡ്, ഐ വാല്യൂ അവർ റിലേഷൻഷിപ്പ് മച്ച് മോർ ദാൻ എനിത്തിങ് എന്നുള്ള ഒരു സ്നേഹത്തോടു കൂടിയ ആ ഒരു ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പം അതങ്ങനെ എഴുതി കഴിയുമ്പോൾ തന്നെ ഈ ഫീലിംഗ് ബെറ്റർ ടെക്നീക്ക് ഈസ് ഇഫക്റ്റീവ്. You can try that as well. So those are the techniques and tools that he is talking about. ഇനി ഈ ബുക്കിന്റെ സ്ട്രെങ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹൈ റിലേറ്റബിലിറ്റി ആൻഡ് വൾണറബിലിറ്റി, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഡെഫിനറ്റ്ലി വായിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ബുക്ക്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹൈ റിലേറ്റബിലിറ്റി, വൾണറബിലിറ്റി, ഇത് നമ്മൾ പറയുമ്പോൾ റിലേറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എന്നെ പറ്റിയാണല്ലോ, അതായത് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അങ്ങനെ നമുക്ക് ഈ വളരെ പലപ്പോഴും അതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പുള്ളിയുടെ ലൈഫ് പുറത്തെടുത്ത് ഓപ്പൺ ആക്കിയാണ് ഇത് പറയുന്നത് തന്നെ. കാരണം ഈ ബുക്ക് വായിക്കുമ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പുള്ളിയുടെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് തുടങ്ങുന്നത്. അതായത് അങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് പുള്ളി വന്നതും. കാരണം ഇവർക്കൊരു മകളുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ ആയിരുന്നു, അവിടുന്ന് തിരിച്ചു വീട്ടിൽ വന്നു. കാരണം ഭാര്യ വളരെ ഒരു ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടായി ആ ബർത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 5 ദിവസത്തേക്ക് ഭർത്താവ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞു വാവയുണ്ട്, ഭർത്താവ് പുള്ളി 5 ദിവസം കഴിഞ്ഞ് ജോലിക്കും പോയി. അപ്പൊ ഈ ഭാര്യ വളരെ വേദനയിലും ഫിസിക്കലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അതിൻ്റെ കൂടെ കുഞ്ഞുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ഈ പുള്ളിക്കാരിയുടെ പെയിനിന്റെ മെഡിസിൻ അങ്ങ് തീർന്നുപോയി. അപ്പം താമസിയാതെ ഇദ്ദേഹത്തിന്റെ ബ്രദർ വീട്ടിലേക്ക് വന്നു. അപ്പൊ ജോണിന്റെ ബ്രദർ വന്നപ്പോ ഈ ബോണി എന്ന വൈഫിന്റെ പേര്, വൈഫ് പറഞ്ഞു വിട്ടു, എനിക്ക് മരുന്ന് മേടിച്ചോണ്ട് തരാമോ, എനിക്ക് മരുന്ന് തീർന്നു. അദ്ദേഹം മേടിച്ചോണ്ട് തരാമെന്നൊക്കെ പറഞ്ഞൊരു പോക്ക് പോയി, തിരിച്ചു വന്നില്ല, കൊടുത്തില്ല. അപ്പോൾ ഹോൾ ഡേ ഇതുപോലെ വേദന അനുഭവിച്ച് കട്ടിലിൽ തന്നെയായിരുന്നു, അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പം ജോൺ വന്നപ്പോഴത്തേന് ഈ വിഷമവും പ്രയാസവും ദേഷ്യവും എല്ലാം കൂടെ പുള്ളിക്കാരി അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് വലിയ വിഷമമായിരുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, പെയിൻ ആയിരുന്നു, എനിക്ക് മരുന്ന് ഇല്ലായിരുന്നു, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കംപ്ലൈന്റ് വന്നു. അപ്പൊ ജോൺ വിചാരിച്ചു, നിനക്ക് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ മേടിച്ചോണ്ട് തരാമായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഡിഫെൻസീവ് പോയി. പുള്ളിക്കാരനും ദേഷ്യം വന്നു. സാധാരണഗതി ദേഷ്യം വരുമ്പോഴത്തേനും അവിടുന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെയാണല്ലോ പുരുഷന്മാര് ചെയ്യുമല്ലോ, അവിടുന്ന് അങ്ങ് പോകും. അങ്ങനെ പോകാനായിട്ട് പുള്ളി തിരിഞ്ഞപ്പോ തന്നെ ഈ ഭാര്യയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പോകരുത്, 1 മിനിറ്റ് നിങ്ങൾ നിൽക്കുക, എനിക്ക് നിങ്ങളെ ആവശ്യം, നിങ്ങളൊന്നും എനിക്ക് ചെയ്യണ്ട, എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനും അങ്ങ് ഒരു ഷോക്ക്ഡായി പോലായിപ്പോയി. കാരണം അങ്ങനെ ഒരു പ്രതികരണം നേരത്തെ വന്നിട്ടില്ല. പുള്ളി അപ്പം തന്നെ ഭാര്യയുടെ അടുത്ത് ചെന്ന് കൈ പിടിച്ചു. അപ്പം ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം ഇരുന്ന് ഈ ഭാര്യ ഭയങ്കരമായിട്ട് കുറച്ചു നേരം അങ്ങ് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവള് ശാന്തമായി. അതിനെ തുടർന്നാണ് പുള്ളിക്കാരൻ ഈ ഒരു ചിന്ത വന്നേ, ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല അവൾ ചിന്തിക്കുന്നത്, എൻ്റെ ഫീലിങ്സ് പോലെ അല്ല അവളുടെ ഫീലിങ്സ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ഈ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഇഫക്റ്റീവ് ആണല്ലോ, അതിന് വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ എന്ന് ചിന്ത വന്ന. അങ്ങനെയാണ് ഈ ഒരു ബുക്കിന്റെ ചിന്തയിലേക്ക് തന്നെ പുള്ളി വന്നത്. പക്ഷെ അത് വൾനറബിൾ ആയിട്ട് പുള്ളി അത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഈ കഥ തന്നെ തുടങ്ങുന്നത്. പുള്ളിയുടെ ലൈഫിലെ എക്സ്പീരിയൻസസ് ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ദ വൾനറബിലിറ്റി. മെമ്മറബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെറ്റഫോർ പറയുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ, സ്കോർ ബോർഡിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അതുപോലെ മാർസ് ആൻഡ് വീനസിനെ പറ്റി പറയുന്നുണ്ട്, ഇലാസ്റ്റിക് നമ്മുടെ റബ്ബർ ബാൻഡിന്റെ കാര്യം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇറ്റ്സ് ഗ്രൗണ്ടഡ് ഇൻ റിയൽ വേൾഡ് ഫീഡ്ബാക്ക്, അതായത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നൊക്കെ കിട്ടിയ അറിവ് അനുസരിച്ചും, അത് പഠനത്തിൽ നിന്നല്ല മാത്രമല്ല റിയൽ വേൾഡിൽ ഇവരോട് കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്നും, അത് കൂടാതെ ഈ സെമിനാർസ് പുള്ളി ഒത്തിരി നടത്തുമായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അനുഭവങ്ങളിൽ നിന്നാണ് ഇതിനെ രൂപീകരിച്ചത്. പിന്നെ ഇറ്റ് പ്രൊമോട്ട്സ് കമ്പാഷൻ ആൻഡ് റെഡ്യൂസസ് റിസെന്റ്മെന്റ്. നമ്മളിത് വായിച്ച് ഇതിന്റെ ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കലൊക്കെ മാറ്റിയെടുക്കുമ്പോൾ, അത് ഇറ്റ് പ്രൊമോട്ട്സ് കമ്പാഷൻ ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന റിസെന്റ്മെന്റും കോൺഫ്ലിക്റ്റും ഒക്കെ ഒന്ന് തീർച്ചയായിട്ടും മാറും. എൻകറേജസ് എംപതി, ദെൻ സ്റ്റിമുലേറ്റ്സ് റിഫ്ലക്ഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയോ, എനിക്ക് ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ള ഒരു റിഫ്ലക്ഷനിലേക്കൊക്കെ വരും. ദെൻ ഹൗ ടു എന്നുള്ള ഫോക്കസ്
അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ഹൗ ടു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിനാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഓവർ ഹെവി ആയിട്ടുള്ള തിയറികളിലെ ഇതിലേക്ക് പോകാതെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അത് എന്തൊക്കെയാണ് എന്നുള്ള, ഇതിന്റെ തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെ ടൂൾസും ടെക്നീക്സും ഒക്കെയാണ്, അതൊക്കെയാണ് കൂടുതലും ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ജോൺ ഗ്രേയുടെ തന്നെ ഒരു കോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറയുന്നത്, വെൻ മെൻ ആൻഡ് വിമൻ ആർ ഏബിൾ ടു റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റ് ദെയർ ഡിഫറൻസസ് ദെൻ ലവ് ഹാസ് എ ചാൻസ് ടു ബ്ലോസം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പുള്ളി നമ്മളെ പറയുകയാണ്. ഇനി ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആയിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ പേഴ്സണാലിറ്റി ഡിഫറൻസസിനും പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കുക. പലപ്പോഴും ഈ ജെൻഡർ ഡിഫറൻസിനെക്കാട്ടിലും ഈ പേഴ്സണാലിറ്റി ഡിഫറൻസ് കൊണ്ടും ഇഷ്യൂസ് ഒക്കെ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കണം. പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് അവിടെ ഒരു ഫാക്ടർ ആകാം, അത് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ അതായത് ഈ പുസ്തകത്തിലെ പല ഉദാഹരണങ്ങളും എല്ലാം ഈ ഒരു അമേരിക്കൻ, അവിടുത്തെ എക്സ്പീരിയൻസ് അല്ല, ഹീസ് എൻ അമേരിക്കൻ, അപ്പൊ അവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എല്ലാ കൾച്ചറിലും ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അവർ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോംപ്ലക്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പെരുമാറ്റ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതെന്തൊക്കെയാണ്? നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ആ ബിഹേവിയറിന്റെ കോംപ്ലക്സിറ്റി ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിക്കുമ്പോൾ നമ്മൾ അതും കൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കണം. പിന്നെ എൻ്റെ പേഴ്സണൽ റിഫ്ലക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത്, ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഐ ഫൗണ്ട് ഇറ്റ് വെരി ഗുഡ്. അന്നത് ഞാൻ വായിച്ചപ്പം ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു, ഇത് പണ്ടേ ഈ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും ബെറ്റർ ആക്കാനും പറ്റുമായിരുന്നല്ലോ അന്ന് വായിച്ചപ്പം. കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നേരത്തെ ഇത് വായിക്കുന്നത് വളരെ നല്ലതാണ്. ബിഫോർ ദേ ഗെറ്റ് മാരീഡ് ഓർ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യത്തിനോടും ഞാൻ അഗ്രി ചെയ്യുന്നു ഞാൻ പറയില്ല. പക്ഷെ മറിച്ച് ദ എംഫസിസ് ദാറ്റ് ദ ബുക്ക് ഗിവ്സ് ഫോർ എംപതി, റെസ്പെക്ട്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാതല്. സോ അത് എല്ലാ റിലേഷൻഷിപ്പിലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. സോ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ചേഞ്ചിങ് ദം. മറ്റുള്ളവരെ മാറ്റിയെടുക്കാനല്ല, അത് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും മറ്റുള്ളവരെ മാറ്റാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കണ്ടല്ലോ. അതിന് പകരം നമ്മൾ മനസ്സിലാക്കുക, ആ ആൾ നിൽക്കുന്ന സാഹചര്യത്തെ അവരുടെ ഇമോഷൻസിനെയൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യും, നമുക്ക് ചില കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്തും. അപ്പോൾ അതിലൂടെ അവർക്കും ഒരു ചേഞ്ച് വരും. സോ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ചേഞ്ചിങ് ദം എന്നുള്ളതാണ് ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഒരു സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഒരു കീ മെസ്സേജ് എന്തൊക്കെയായിരുന്നു? ഡിഫറൻസ് ഡസ് നോട്ട് മീൻ റോങ്. സ്ത്രീകളും പുരുഷന്മാരും, നമ്മൾ മാഴ്സും വീനസ് എന്ന് പറഞ്ഞ പോലെ രണ്ട് ഫാമിലിയിൽ നിന്ന്, രണ്ടിടത്തു നിന്ന് വന്ന്, രണ്ട് രീതിയിൽ വളർത്തപ്പെട്ട, രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്ന രണ്ട് പേരാണ്. സോ ഡിഫറൻസ്, ഇറ്റ് ഈസ് ബൗണ്ട് ടു ബി ദെയർ. അതിന് യാതൊരു വ്യത്യാസമില്ല. ഡിഫറൻസസ് പല രീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, ഒരു തെറ്റല്ല. ഇറ്റ് ഈസ് നോട്ട് റോങ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ലിസൺ ബിഫോർ അഡ്വൈസിങ് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ. ശ്രദ്ധയോടെ കേട്ട് നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ അവർക്ക് എമ്പതിയോടെ കേൾക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് മറിച്ച് പെട്ടെന്ന് തന്നെ കേട്ട ഉടനെ ഒരു അഡ്വൈസ് കൊടുക്കാനല്ല അവിടുത്തെ ഇമ്പോർട്ടൻസ്. സൊല്യൂഷനും അഡ്വൈസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പുറകെ സജസ്റ്റ് ചെയ്യാം, സജഷൻസ് ഒക്കെ. പക്ഷെ അതിനു മുമ്പ് ശ്രദ്ധയോടെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർ ആയിരിക്കുന്ന സാഹചര്യം. ദെൻ പീപ്പിൾ കോപ്പ് വിത്ത് സ്ട്രെസ് ഡിഫറെൻ്റ്ലി എന്നുള്ളത്, ഞാൻ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല എൻ്റെ ഹസ്ബൻഡ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അവരുടെ ഹോർമോൺ ലെവൽസ്, അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽസിൻ്റെ ഒക്കെ ബാലൻസിങ് ഏറ്റവും അത്യാവശ്യമാണ്. അതിനനുസരിച്ചാണ് ഈ സ്ട്രെസ് വരുമ്പോൾ ഇവർ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അപ്രീഷിയേഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ദെൻ എംപതി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ദെൻ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് എഫേർട്ട്, അതായത്
നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് വെറുതെ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്നു എന്ന് ചിന്തിക്കാതെ എഫേർട്ട് അവിടെ ആവശ്യമാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ കൺക്ലൂഷൻ, യെസ്, ദിസ് ബുക്ക് ഇറ്റ് മേ നോട്ട് എക്സ്പ്ലെയിൻ എവരി മാൻ ഓർ വുമൺ. അത് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ, റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ബുക്ക് കൊണ്ട് പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ ഇറ്റ് എൻകറേജസ് ടു റിഫ്ലക്ട് ഓൺ ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് റിലേറ്റ് ടു അതേഴ്സ്. എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് റിലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് അതിലേക്കൊരു തിരിച്ചറിവിലേക്ക്, ഒരു ഇൻസൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരും. Then that leads to healthy relationships, right? So healthy relationships require എന്തൊക്കെ വേണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ empathy, respect, patience and understanding. People do not always need agreement, they often need understanding. നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അവരത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതല്ല. നമ്മളെ ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക, അതിലൂടെ ഡിസ്കസ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിനെല്ലാം യെസ് വെക്കണമെന്നല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറിച്ച് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ആ കേൾക്കുന്നയാള് അവര് ശ്രദ്ധിച്ച് ഒരു അഗ്രിമെന്റ് അല്ല പ്രതീക്ഷിക്കുന്നത്, ഞാനിത് കേട്ട് ശ്രദ്ധിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്നുള്ളതാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാനുള്ള. ഇത് 1992 എഴുതിയ ബുക്കായിരുന്നല്ലോ. പുള്ളി കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ, 10-20 ബുക്കിൽ കൂടുതൽ പുള്ളി എഴുതിയിട്ടുണ്ട്. എല്ലാം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഇതിനെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ബിയോണ്ട് മാർസ് ആൻഡ് വീനസ് എന്നുള്ള ഒരു ബുക്ക് 2008 പുള്ളി എഴുതി. ഇവിടെ ഒരു മോഡേൺ അപ്രോച്ച് കൂടെ ചേർത്തിട്ടാണ് പുള്ളി എഴുതിയേക്കുന്നത്. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഹി എംഫസൈസസ് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് ഈ ബുക്കിൽ തന്നെ കാണാം. ഇതിലൂടെ എഴുതിയിട്ടുണ്ട്, റിലേഷൻഷിപ്പ് സ്കിൽസ് ഫോർ ടുഡേയ്സ് കോംപ്ലക്സ് വേൾഡ്. അപ്പോൾ അങ്ങനെ ഈ ബുക്കും ഇത് ഞാൻ വായിച്ചിട്ടില്ല, ഇതെന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷേ മറ്റേ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. സോ എനിവേ, that's the end. So I'll just stop sharing. Okay, so that's it, what I wanted to share with you. And ഇതാണ് ആ ബുക്ക്. കണ്ടോ, ഇച്ചിരി വലിപ്പമുള്ള ഒരു ബുക്കാണ്. So anyway, I hope that this was something beneficial to hear. കേൾക്കാൻ, മനസ്സിലാക്കിയാൽ നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ബുക്ക് നമ്മൾ വായിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു റെക്കമെൻഡേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ആൻഡ് ഓൾസോ നിങ്ങളുടേതായ എക്സ്പീരിയൻസോ സജഷൻസോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുവാണെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ എന്നെ കേട്ട് ഇരുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. സോ ഐ ഇൻവൈറ്റ് all of you for feedback. Thank you so much. Happy morning, Susan ma'am. Thank you. Yes. Ma'am, അതിമനോഹരമായ ഒരു പ്രസന്റേഷൻ. Thank you. സ്പെഷ്യൽ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, എംപതറ്റിക് ആയിട്ടുള്ള ഒരു ലിസണിങ്, ഒരു കെയർ, അതാണ് എനിക്ക് മാം പറഞ്ഞതെന്ന്. സ്ത്രീകളുടെ നമ്മുടെ ഒരു മെയിൽ ആംഗിളിൽ നോക്കുമ്പോൾ സ്ത്രീകളെ നമ്മൾ കാണേണ്ടത് കുറച്ചുകൂടി ലിസൺ ചെയ്യണം, കെയർ ചെയ്യണം. ഒരു കമ്പാഷനേറ്റ് എംപതറ്റിക് ലിസണിങ് ആണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ സെഷൻ മാം. റിയലി എൻജോയ്. Thank you. ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. പുസ്തകം എന്റെ ഒരു വീക്ക്നെസ് ആണ്. Okay. Very good. Thank you. So you knew what was in there. Good. മാം, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. No problem. Yes. Thank you so much, ma'am. Yeah, thank you so much for your feedback. Good morning, Susan ma'am. Good morning. കേറിയിട്ടുണ്ട് തോന്നുന്നു. വേറെ ആരെങ്കിലും കേറിയോ? ചന്ദ്രമൻ പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് പറയും. Okay. Yeah, it was a wonderful session. Ma'am, എല്ലാ ingredients, ഒരു book reviewed ingredients, you added it with the technology as well, PPT വെച്ചിട്ട് ഒരു സ്ലൈഡും ഒരു ഇൻഫോർമേഷൻ. ബട്ട് ബേസ് എന്ന് പറയുന്നത് ആസ് ദ റിലേഷൻഷിപ്പ്.
with the book. ആ ബുക്ക് ത്രൂ ഞാൻ എന്തായാലും ആ ബുക്ക് വായിച്ചിട്ടില്ല. യു ടെംപ്റ്റഡ് മീ ടു റീഡ് ആൻഡ് ഗോ ഫോർ ദ ബുക്ക്. ഓഫ് ലേറ്റ് ആയിട്ട് ആഫ്റ്റർ മാരേജ് ഒന്നും അങ്ങനെ കൂടുതലില്ല. എപ്പോഴെങ്കിലും ഇപ്പൊ മോളുടെ കിൻഡൽ ഉള്ളത് കൊണ്ട് അവൾക്ക് അറിയാം ഞാൻ വായിക്കും പറഞ്ഞിട്ട്. സോ ഷി ടെംപ്റ്റ്സ് മീ, ഷി പുഷസ് മീ. അങ്ങനെ കുറച്ച് ബുക്സ് ഞാൻ വായിച്ചു. ഷി ഹസ് പർച്ചേസ്ഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഫോർ മീ. പിന്നെ എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഓത്തേഴ്സ് ഉണ്ടല്ലോ, സുധാമൂർത്തി, ഇവരുടെ ഒക്കെ ബുക്സ് വായിക്കാൻ, ബിക്കോസ് ഇറ്റ്സ് കുറച്ച് സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. വായിച്ചിട്ടില്ല ഫുള്ളായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നല്ല മൈൻഡ് സെറ്റ് വേണം, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വായിക്കണം എന്നുള്ള ഒരു തോട്ടിലുള്ള ആളാണ്. എനിവേ യുവർ പ്രസന്റേഷൻ സൂപ്പർബ് മാൻ, വിത്ത് എ ഗുഡ് എക്സ്പ്ലനേഷൻ. നല്ല രീതിയിൽ എക്സ്പ്ലെയിനും ചെയ്തു. ഈച്ച് പോയിന്റ് വാസ് വെൽ എക്സ്പ്ലെയിൻ. സോ ദാറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയിൽ തന്നെ കേട്ടുകൊണ്ടിരുന്നാലും I was able to grasp things. So it is very nice. Please do come with more such sessions. You are, as far as I know, experience, exposure, and what to say, will always guide a person in a better way. And nammal adile committed aayirikkanam. We need to be committed and keep ourselves engaged. You are an example for that. So thank you, ma'am. Thank you. Please do come out with more sessions. Thank you. Thank you so much. Well, another thing is, good morning. Sorry. That critical review ഉണ്ടായിരുന്നില്ലേ, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് എപ്പോഴും നമ്മൾ ബുക്കും നമ്മളിപ്പോ ഓരോരോ ഇൻഡിവിജ്വലും, പക്ഷെ നമുക്ക് ചില സമയത്ത് ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാൻ ഫീൽ ചെയ്തിട്ട് ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യും. That critical review was very interesting. Thank you. Sorry, ma'am. No problem. Thank you. Patriotism. No problem. Yes. ഞാൻ ഈ ബുക്ക് ഓഡിയോ ബുക്ക് കേട്ടതാണ്. ഇതിന്റെ ബുക്ക് കിട്ടിയില്ലായിരുന്നു. ഇത് എന്തോ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ കണ്ടു. അങ്ങനെ അന്ന് ഒരു വർഷം മുമ്പാണിത് ഓഡിയോ ബുക്ക് കേട്ടിരുന്നു. അപ്പോ അത് റിലേഷൻഷിപ്പിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്ക് എന്നാണ് ജോൺ ഗ്രേയുടെ ഈ ബുക്ക് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും നമ്മളൊക്കെ വായിക്കാൻ വൈകിപ്പോയി. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ, അത് ഈ ബുക്കൊക്കെ കൊടുക്കണം. കാരണം ഇത് ഞാൻ പറയുന്നത് പോലെ എല്ലാവരും പിന്നെ വ്യത്യസ്തരാണ്, എല്ലാരും യുണീക്കാണ്. പക്ഷേ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഈ നമ്മൾക്കുണ്ടെയൊക്കെ പണി തീരും ചിലപ്പോ എല്ലാരും വായിച്ചാല്. കാരണം എന്ന് പറഞ്ഞാല് പുരുഷന്റെ സൈക്കോളജി ലേഡീസും മനസ്സിലാക്കിയിരിക്കണം, ലേഡീസിന്റെ സൈക്കോളജി പുരുഷന്മാരെ മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം ഒരിടത്തും മിണ്ടാതിരിക്കുന്നെങ്കിൽ അയാൾ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അത് അതിന്റെ സൊല്യൂഷൻ അയാൾ തന്നെ കണ്ടെത്തിക്കോളും. നമ്മൾ ഇടപെടാതിരുന്നാൽ മതി, നമുക്ക് നമ്മളുടേതായ സ്പേസും കിട്ടും, അങ്ങനെ പോയാൽ മതി. പക്ഷേ ഞാനൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ എനിക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ അല്ല, സാരമില്ല പോട്ടെ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹവും ഉണ്ടാക്കിയാൽ ഈ ലോകം എത്ര നന്നായി പോകുമല്ലേ. കൂടുതൽ സന്തോഷവും സമാധാനവും. ഈ കോടതിയും വേണ്ടി വരില്ല, ഡിവോഴ്സ് ഒക്കെ കുറയും. വക്കീലിന്റെ ഒക്കെ ചന്ദ്രമാവിന് നമുക്കൊന്നും ഒരു പണിയുണ്ടാവില്ല. നമ്മൾ കാണുന്ന എല്ലാ ഡിവോഴ്സും അല്ലേ നിസ്സാര പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഇത് രണ്ടുപേരും അങ്ങോട്ട് ഈഗോ വെച്ചിട്ട് അതിങ്ങനെ വളർന്നു വന്നാണ് ഇത്രയൊക്കെ ആകാ. ശരിക്കും ഒരു തമാശയായിട്ട് പറയുവേ, ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോ ഞാൻ ഇത്രയൊക്കെ ജോലി ചെയ്തു എന്ന് പറയുമ്പോ അയാൾ പറയും സാരമില്ല, ഇപ്പൊ നമുക്ക് റോബോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അതൊരെണ്ണം വാങ്ങിത്തരാം എന്ന് പറയുമ്പോ വൈഫിന് അത് വേണ്ട. എനിക്ക് റോബോട്ടൊന്നും വാങ്ങി നിങ്ങൾ 10,000-40,000 രൂപ ചെലവാക്കിയൊന്നും വേണ്ട. പക്ഷേ നീ ഇത്രയും ചെയ്തല്ലോ എന്നൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇത്രയും പണി നീ എടുത്തു അല്ലേ എന്ന് പറഞ്ഞാൽ മതി, അവിടെ തീരും. നാളെ ഇതിന്റെ ഇരട്ടി പണി അവൾ എടുത്തോളും. അതാണ് ഔഷധം, അതാണ് മെഡിസിൻ എന്നുള്ളത്. പക്ഷെ പുരുഷന്മാര് മനസ്സിലാക്കണം. അപ്പൊ ഏതായാലും മാം ഈ ഒരു ബുക്ക് കൊണ്ടുവന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇത്രയും പേർക്കെങ്കിലും അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനിയുള്ളവരെങ്കിലും ഇവിടെ പുരുഷന്മാരൊക്കെ ഉണ്ട്, അത് മനസ്സിലാകുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാൻ ഈ ഒരു ബുക്ക് എല്ലാവർക്കും അതൊരു ഒരുക്കും. അതുകൊണ്ട് വളരെയധികം നന്ദി. താങ്ക് യു. അത് നല്ല രീതിയിൽ മാം പ്രസന്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ ചന്ദ്ര മാം പറഞ്ഞതുപോലെ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാകും, അത് കളയാൻ ബാക്കി എടുത്താൽ മതി, നമ്മൾക്ക് അങ്ങനെ എഴുതാം. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
ഇയാളുടെ തീർച്ചയായിട്ടും. മനസ്സിൽ ഇപ്പൊ എന്താണ് എന്ന് നമുക്ക് ഇതിങ്ങനെ ഒന്ന് വിട്ടിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. എന്തായിരുന്നു ഇന്നലെ പ്രശ്നം അതെ. എന്ന് ചോദിക്കാം. അതുപോലെ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. ഗുഡ് സൂസൻ മോർണിംഗ്. മാമിന്റെ യെസ്. ഇന്നത്തെ ഈ ബുക്ക് അവതരണം ആ. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ മാം പറഞ്ഞതുപോലെ ആഗ്രഹിക്കുകയാണ്, ചെറുപ്പക്കാരായ കുട്ടികൾ യെസ്. ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഡൈവേഴ്സിന്റെ റേറ്റ് കുറയ്ക്കാമായിരുന്നു, ഇല്ലേ? അതെ. പിന്നെ മാത്രമല്ല, ഒരു നല്ല ഫാമിലി എന്ന് പറയുന്നത് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരാൾ പെട്ടെന്ന് റേസ് ചെയ്യുമ്പോൾ അതിന് കാരണം എന്താണ് എന്ന് മറ്റേയാൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു 2 മിനിറ്റ് സൈലൻസ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രീതിയിൽ പോകും. അത് ഏറ്റവും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്. പാവങ്ങള് ഈ യുദ്ധം കണ്ടുകൊണ്ട് വളരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ വികാരങ്ങൾ പിന്നീട് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ആ ഒരു പോയിന്റ് മാമിന്റെ ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, എന്നാലും മാമിന്റെ ഈ സെഷൻ അതിന് കൂടുതൽ എനിക്ക് ഒരു മോട്ടിവേഷൻ തരുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന അങ്ങോട്ട് ആ ഫീഡ്ബാക്കുകൾ പിന്നീടുള്ള ബുക്കിൽ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. മാം ആ ബുക്കും വായിക്കണം, ഇതുപോലെ പ്രസന്റേഷനുമായിട്ട് വരണം. താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച് മാം. ഇപ്പൊ 2008 ശേഷം ഓൾറെഡി അനദർ ബുക്ക് ഇറക്കേണ്ട സമയമായി മാം. ഉണ്ടായിരിക്കാം കേട്ടോ, ഞാൻ അത്രയ്ക്ക് ഡീപ്പായിട്ട് മൈൻഡ് സെറ്റ് പോയില്ല. ഒക്കെ മാറി, അല്ല ബട്ട് മൈൻഡ് സെറ്റ് എല്ലാം വിത്ത് ചേഞ്ച് ഓഫ് ജനറേഷൻ ഈ തോട്ട്സിലൊക്കെ മാറ്റം വരും. അതിനനുസരിച്ചിട്ടുള്ള ഡെഫിനറ്റ്ലി ഓത്തേഴ്സ് വിൽ ബി വർക്കിംഗ് ഓൺ ഇറ്റ്. ആക്ച്വലി യൂട്യൂബിലുണ്ട് കേട്ടോ, പുള്ളിയുടെ പോഡ്കാസ്റ്റുകൾ പലതുണ്ട്. യു ഷുഡ് ട്രൈ ആൻഡ് വാച്ച് ഇറ്റ്. പുള്ളി ഇതിനെ പറ്റി ഡീപ്പായിട്ട് ടോക്ക് ചെയ്യുന്ന പല ഇതുണ്ട്. Okay. What is this one, ma'am? Name videoയുടെ വീഡിയോ ഞാൻ ലിങ്ക് കൊണ്ട് മാം ഇട്ടാ മതി. ഓക്കെ, ശരി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ഞാൻ ഇടാം. ഓക്കെ, ഞാൻ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിട്ടാ കേറിയത് മാം. റൈറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഐ നോ യു ആർ ബിസി ഇൻ ദ മോർണിംഗ്, ബട്ട് you made it a point to attend the session. Thank you so much. I appreciate it. Good morning. Good morning. Yes, I see you. നല്ല അടിപൊളി സെലക്ഷൻ ആണ് മാമിന്റെ. ഈ ഒരു ബുക്ക് ടോക്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സബ്ജക്റ്റ് അല്ലെ? കറക്റ്റ് ബുക്കാണ് മാം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചന്ദ്രമാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ജനറേഷന് ചിലപ്പോ അക്സെപ്റ്റബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും നമ്മളൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാണ്, എന്നാൽ പോലും നല്ല ഒരു സെലക്ഷൻ ആയിരുന്നു. ഫാമിലീസ് ഒക്കെ അനുഭവിക്കുന്ന ഈ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം ആ ബുക്കിൽ മാം ഇപ്പോ പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ലേ ശരിക്കും. സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര മടിയാണ് ബുക്ക് വായിക്കല്. ഇപ്പം ബുക്സ് ഉണ്ട്, കുറച്ചുകൂടി ഉണ്ട്. ഒക്കെ എവിടെന്നെങ്കിലൊക്കെ കാണുമ്പോ ഇത് നല്ല ബുക്കാണെന്ന് നമുക്ക് കേട്ട് പരിചയമുള്ള ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ട് തരാട്ടാന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവരും. ഇവിടെ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് വെക്കും. കുറച്ചു കാലം കഴിഞ്ഞ് അവർ ചോദിക്കുമ്പോ അതേപോലെ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും മാമിന്റെ സെലക്ഷനും അതുപോലെ മാമിന്റെ പ്രസന്റേഷനും കൊണ്ട് ഈ ബുക്ക് എന്തായാലും വായിക്കണം എന്നൊരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും സാറിനെന്താ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലല്ലോ? പഠിത്തം ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പ്രത്യേക ഒരു ഞാന് ഹൈഫ് അക്കാദമിന്റെ പ്രൊമോട്ടറാണ്, അവിടുത്തെ കോർഡിനേഷൻ ലീഡറാണ്. സാർ അതിലുണ്ട്, ഞങ്ങളതിലും ഗ്രൂപ്പിലുണ്ട്. പക്ഷെ എന്തോ ഒരു പരിപാടിയിൽ കണ്ടു ഞാന്. അതെല്ലേ? ഞാൻ അവിടുത്തെ കോർഡിനേഷൻ ലീഡറാണ്. അപ്പോ അവിടുത്തെ അന്നത്തെ ഒരു കോൺവെക്കേഷൻ കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഗിഫ്റ്റ് കിട്ടിയതാ. ഞാൻ കണ്ടു. സാർ കൺഗ്രാജുലേഷൻ. വെഹിക്കിൾ മിസ്സിംഗ് ആണല്ലോ. അൻസാർ സാറുടെ വെഹിക്കിൾ മിസ്സിംഗ് ആണ്. അതിനകത്തല്ല ഇരിക്കുന്നതെന്ന് തോന്നുന്നു, വീട്ടിലാണ്. അല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണ് ഇപ്പോ, റെസ്റ്റിലാണ്.
വൈഫിന് കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞു. അതാ വൈഫിന്റെ അപ്പൊ എസ്ട്രജൻ കൂട്ടാനായിട്ട് സ്റ്റേ വിത്ത് ഹർ. അതെ 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 അതെ. അപ്പൊ അവരെ കൂടെ പരിഗണിച്ച് മറ്റേ ഇതല്ലോ അവരെ അതെ, അക്സെപ്റ്റും കൂടെ ചെയ്യണ്ടേ നമ്മള്. തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് വൈഫ് ഇവിടെ സിസ്റ്റർ മാം. നിച്ചിരിക്കലുണ്ട് ഗുഡ് ഫ്രണ്ടിൽ മോർണിംഗ്, ഇരുന്നിട്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ശരി, താങ്ക് യു മാം. നല്ല താങ്ക് യു, പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. പുസ്തകമൊക്കെ വായിക്കണം. ഓക്കെ, യെസ്. ഈ ബുക്ക് വായിക്കുന്നത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഐ കൻ ഗ്യാരണ്ടി യു ദാറ്റ്. അല്ല ബുക്ക് ഡോക്യുമെന്റ്സിലെ ഒരു കുറെ ബുക്കുകൾ പരിചയപ്പെടാനായി. അതെ, താങ്ക് യു, താങ്ക് യു മാഡം. താങ്ക് യു, താങ്ക് യു. മാം യെസ്, യെസ്. നല്ല സെഷൻ ആയിരുന്നു. നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് മാം എടുത്തു ഓരോ കാര്യങ്ങളും. ആ ബുക്കിന്റെ ആ ഒരു ഇതിലെന്നെ നല്ല ഫ്ലോയിൽ അങ്ങനെ പോയി. PPT ഒക്കെ ഷെയർ ചെയ്തായിരുന്നു കൊണ്ടും നന്നായിട്ട് മനസ്സിലായി സംഭവങ്ങള്. പിന്നെ ഞാനിതുപോലെ ആലോചിക്കായിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് ഇതുപോലത്തെ ഉള്ള ബുക്ക് ഗിഫ്റ്റ് കൊടുക്കണം പറഞ്ഞപ്പോ ആലോചിക്കുന്നു. ഇപ്പൊ ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കലല്ലേ, ഹാമ്പറൊക്കെ, ഗിഫ്റ്റ് ഹാമ്പറും. അതെ അതെ, ശരിക്കും ഇതാണ് പ്രാക്ടിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത്. കല്യാണം ചെന്ന് കേൾക്കുമ്പോഴത്തേനും കാണാൻ ഇങ്ങനെ ഒരു ഹാമ്പറാണ് ഫസ്റ്റ് തന്നെ, കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതുപോലത്തെ ബുക്സ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടി ഉണ്ടാക്കുകയും ചെയ്യും. അതെ അതെ, ഈ ഹാമ്പറിൽ ഈ ബുക്ക് കൂടെ വെക്കണം. അതാണ് ആവശ്യം. ഇതുപോലുള്ള ബുക്ക്, ഈ ബുക്ക് തന്നെയല്ല, ഇതുപോലുള്ള നല്ല ബുക്കുകൾ വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ റിലേഷൻഷിപ്പിന് ഒന്ന് ഇരുന്ന് ചിന്തിക്കാനായിട്ട് പറ്റും. അതെ അതെ, എന്തായാലും നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. ഒരു വെറൈറ്റി. ഇത്ര ദിവസം നമ്മൾ നോവലും കാര്യങ്ങളും സ്റ്റോറീസും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതൊരു ഡിഫറെന്റ് ആയി. താങ്ക് യു സോ മച്ച്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകും. താങ്ക് യു. ഞാനൊന്ന് സംശയിച്ചു കേട്ടോ, ഈ കഴിഞ്ഞ 4 ദിവസം കേട്ടത് എല്ലാം മലയാളം ബുക്കുമാണ്, വേറെ ഒരു രീതിയിലുള്ള ഇങ്ങനെ കുറച്ചുകൂടെ ഈസി റീഡിങ് അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇൻസ്പിറേഷനലായിട്ടുള്ളതൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ എല്ലാവരും എടുക്കും എന്നൊന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ വിചാരിച്ചു ഏതായാലും ഇത് ആപ്ലിക്കബിൾ ആണല്ലോ എല്ലാവരുടെയും ലൈഫിൽ, അപ്പൊ തീർച്ചയായിട്ടും എടുത്തേക്കാം എന്ന് വിചാരിച്ചു. സൂസൻ മാം ഏറ്റവും നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഏറ്റവും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. ഈ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ഉള്ള ഒരു വെളിപാട് എല്ലാവർക്കും ഉണ്ടായി. ഇതിൽ കൂടുതൽ ഒരു വലിയ ക്ലാസ് വേണ്ട ആർക്കും. ഏറ്റവും നല്ല ക്ലാസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആരോ പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? ഷജീലാണോ? അതെ അതെ. ഓക്കെ, യെസ് യെസ് യെസ്, പറഞ്ഞോളൂ. എല്ലാവരും പറഞ്ഞു കാര്യങ്ങളൊക്കെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ബുക്ക് വായന കുറച്ച് കുറവാണെങ്കിലും കേൾക്കും. അതുപോലെ ഓഡിയോ ബുക്സോ അല്ലെങ്കിൽ കഥ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലും മനസ്സിലാവുക. വായിക്കാൻ പണ്ടേ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഇത് ശരിക്കും വായിച്ചൊരു നമ്മൾ വായിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഓൾറെഡി 6:30 ആവുന്നു. യെസ്. പറയാത്തവര് ഗ്രൂപ്പില് എങ്കിലും ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നമ്മൾ കുറെ പേരെ പരിചയപ്പെടാനുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് കയറുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ പരിചയമൊന്നുമില്ല, നമ്പറൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഗ്രൂപ്പില്. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു വെരി മച്ച് എവരിബഡി. എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഒക്കെ മനോഹരമായിട്ട് ആക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും പ്രയോജനപ്പെടുത്തത്തക്ക പോലെ നമുക്ക് അവരെയും ഗൈഡ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ് വൺസ് അഗൈൻ. വിഷിംഗ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു എ സൂപ്പർ ഡേ ahead. താങ്ക് യു. Thank you. Wishing all the good day. Bye. Thank you. Bye. Bye.